വർണ്ണച്ചിറകുകൾ വീശി. രാഗസങ്കൽപ്പ വസന്തവനത്തിലെ മാഗന്ധ മഞ്ജരി തേടി. രാഗസങ്കൽപ്പ വസന്തവനത്തിലെ മാഗന്ധ മഞ്ജരി തേടി. എന്നെ മറന്നു ഞാൻ, എല്ലാം മറന്നു ഞാൻ, എന്തിനു ചുറ്റിപ്പറന്നു. സുന്ദര സ്വപ്നമേ നീ എനിക്കേകിയ വർണ്ണച്ചിറകുകൾ വീശി. പ്രത്യുഷ നിദ്രയിൽ ഇന്നലെ ഞാനൊരു ചിത്രപതംഗമായി മാറി. സുന്ദര സ്വപ്നമേ നീ എനിക്കേകിയ വർണ്ണച്ചിറകുകൾ വീശി. താരുണ്യസങ്കൽപ്പരാസവൃന്ദാവന താരാപഥങ്ങളിലൂടെ പൗർണമി തിങ്കൾ തിടമ്പെഴുന്നള്ളിച്ച പൊന്നമ്പലങ്ങളിലൂടെ. സുന്ദര സ്വപ്നമേ നീ എനിക്കേകിയ വർണ്ണച്ചിറകുകൾ വീശി. പ്രത്യുഷ നിദ്രയിൽ ഇന്നലെ ഞാനൊരു ചിത്രപതംഗമായി മാറി. സുന്ദര സ്വപ്നമേ നീ എനിക്കേകിയ വർണ്ണച്ചിറകുകൾ വീശി. വൈഗ, എന്തോ എല്ലാ പാട്ടുകളും വളരെ സിമ്പിളായി ഹാൻഡിൽ ചെയ്യുന്ന നിനക്ക് ചാലഞ്ച് റൗണ്ട് എങ്ങനെയുണ്ടായിരുന്നു? എനിക്കങ്ങനെ പാടൊന്നും തോന്നിയില്ല. പക്ഷെ എനിക്ക് 2 ചരണം എടുക്കണ്ടായി. 2 ചരണമുള്ള പാട്ടാണല്ലോ. ഞാൻ ചെറിയ മണ്ടത്തരം കാണിച്ചു എന്നാണോ? അല്ല, ഒരു അനുപല്ലവി, ടെമ്പോ, ശ്രുതി, അടുത്ത ചരണം ടെമ്പോ മാത്രം, പിന്നെ പല്ലവി, പാട്ട് തീർന്നല്ലോ. ഇതിപ്പോ 2 ചരണം ടെമ്പോ മാത്രം ഇട്ട് പാടണം. അങ്ങനെ അമേസിംഗ്. അപ്പൊ കുഴപ്പമുണ്ടാവില്ല. സെറ്റാ. ഓക്കെ, നമുക്ക് ചോദിച്ചു നോക്കാം. ശ്രീനി സാർ, ശരിക്കും ഐ ഹാവ് ടു ഗിവ് യു എ സ്റ്റാൻഡിങ് ഓവേഷൻ. പിച്ച് എല്ലാം പെർഫെക്റ്റ് എന്ന് പറയില്ല, ബട്ട് സുന്ദര സ്വപ്നമേ നീ എനിക്കേകിയ വർണ്ണച്ചിറകുകൾ. ഒന്നും പെർഫെക്റ്റ് അല്ല എങ്കിലും ഒരു സ്റ്റാൻഡിങ് ഓവേഷൻ. I'll tell you why. ബിക്കോസ് ഇതൊരു രാഗമാലികയാണ്. ഒരു ഈസി അല്ല ഇത്. ഒരു ടെമ്പോയും ഒരു ശ്രുതിയില്ലാതെ തിരിച്ച് കല്യാണിലേക്ക് വരുന്ന അവസാനം അത് നമുക്ക് സംടൈംസ് ആലോചിക്കാൻ പറ്റത്തില്ല. പെർഫെക്റ്റ് ആയിട്ട് വന്നു എന്നുള്ളതാണ്. അത് അവസാനം ആഹിരി. അതിന് മുമ്പ് ഏതായിരുന്നു ഒരു ചരണം? പൂത്താലമാണ് ആഹിരി. അതിനു മുമ്പ് സോ അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ഒരു ബീജിയം വന്നു. ഭയങ്കര രസമായിരുന്നു. അത്
ഇത്രയും കോൺഫിഡൻസ് പഠിച്ചിട്ടുണ്ടല്ലോ, ഒരുപാട് ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഈ രാഗം എല്ലാം അത്ര ഫെമിലിയർ അല്ല, ഈ പാട്ടിന് വേണ്ടിട്ട് പഠിച്ചത്. ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടോ? പഠിക്കുന്നുണ്ട്. അത് ക്ലീൻ ആയിട്ട് മനസ്സിലാവും. നല്ലതാണ് കേട്ടോ, വെരി ഗുഡ്. ആൻഡ് ഏതോ ഒരു രാഗത്തിൽ കുറച്ച് മേളിൽ പോയപ്പോൾ ഒരു വെരി ലിമിറ്റഡ് റേഞ്ച് അല്ല, ലിമിറ്റഡ് അല്ല, താഴെയാണ് കൂടുതൽ കംഫർട്ടബിൾ. അത് ഈ ഹൈ പോകുന്ന വോയിസിൽ ചേഞ്ച് ചെയ്യും, പെട്ടെന്ന് ചേഞ്ച് ആകുമ്പോഴത്തേക്ക്, ഫസ്റ്റ് ചരണത്തിൽ ചേഞ്ച് ആയപ്പോഴത്തേക്ക് എനിക്ക് ഈ പാടുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ കുറെ എയർ കൂട്ടത്തിൽ പോകുന്നുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല. അത് ഐ തിങ്ക് യു ഷുഡ് അഗെയിൻ ഓപ്പറാറ്റിക് വോയിസ് ട്രെയിനിങ് എടുക്കണം, വെസ്റ്റേൺ വോക്കൽസ് പഠിക്കണം. അതെങ്ങനെ ഓപ്പറ സിംഗേഴ്സ് ഒക്കെ അല്ലേ, അവരെങ്ങനെയാണ് ഈ ഹെഡ് വോയിസ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് അതും കൂടെ ഒന്ന് പഠിക്കണം. ഓക്കെ, അതർവൈസ് യു ഹാവ് സച്ച് എ ബ്രൈറ്റ് വോയിസ്, താഴെ, ആൻഡ് ഇറ്റ് ഇസ് പാടുന്ന ഡീറ്റെയിലിംഗ് എല്ലാം ക്ലീൻ ആയിട്ട് കേൾക്കാം. ആൻഡ് യു ആർ സോ ഗുഡ്. I loved your rendition. You'll go places. ഇനി മറ്റേ വെസ്റ്റേൺ വോക്കൽസും കൂടെ ട്രെയിൻ ചെയ്ത് ഫീമെയിൽ സോപ്രാനോ വോയിസസ് പോലെയും പാടാൻ ശ്രമിക്കണം. അത് നടക്കും. വെരി ഗുഡ്, ഐ ലവ്ഡ് ഇറ്റ്. താങ്ക് യു സർ. താങ്ക് യു ശ്രീനി സർ. ഷാദ് സർ, മോളെ എന്തോ നല്ല പാട്ട് മോള് മനോഹരമായിട്ട് പാടി. താങ്ക് യു സർ. പിന്നെ കാണാനും ഒക്കെ ഒരു രസമുണ്ട് ഈ പാട്ടുമായിട്ട്. മോളെ ഇതിന്റെ പാട്ട് ഒറിജിനൽ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ആരാണ്? ജയഭാരതി. പിന്നെ കൂടെ നടനും ഉണ്ടല്ലോ, സോമൻ. സോമൻ ചേട്ടനുണ്ട്. ഒരു ഉഗ്രം പാട്ടാ അത്. മോള് ഈ ഒരു റൗണ്ടിൽ എടുത്താണ് ഞാൻ ഇങ്ങനെ ആലോചിച്ച ഒരു 7-8 ചരണവും ഉണ്ട്, ഈ കൊച്ചു എന്ത് ചെയ്യാൻ പോവാന്ന്. പക്ഷെ അത് കോമ്പസിഷൻ, ബ്യൂട്ടിഫുൾ കോമ്പസിഷൻ. മോള് നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സർ. പിന്നെ മോളെ എനിക്ക് ചില ഡൗട്ടുകൾ, അത് ആ പ്രത്യുഷാദെന്ന് പാടാമോ മോളെ? പ്രത്യുഷ നിദ്രയിൽ ഇന്നലെ ഞാനൊരു ചിത്രപതംഗമായി മാറി. ബലെ മോളെ അതിൽ എന്നൊരു ടച്ചില്ലേ? പ്രത്യുഷ നിദ്രയിൽ ഇന്നലെ ഞാനൊരു അവിടെ അതൊരു സാധനം മിസ്സിങ് എനിക്ക്. അത് കുഴപ്പമില്ല, ഇപ്പം അത് പാടിയില്ലേലും ഒന്നുമില്ല, മോള് പാടിയത് നല്ലതാണ്. ഞാൻ പറഞ്ഞ അതൊരു എക്സ്ട്രാ ഒരു സാധനം എനിക്ക് കേട്ടതായിട്ട് എനിക്ക് തോന്നി. ഇനി അത് ഇപ്പോൾ ലീല ചേച്ചി എനിക്കിത് നേരിട്ട് പാടി കേൾപ്പിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. ലീല ചേച്ചിയുടെ വീട്ടിൽ അത് മനോഹരമായിട്ടാണ് പാടുന്നത്. അത് ലീലാമ്മയുടെ ശബ്ദത്തിൽ എനിക്ക് കൂടുതൽ ഭക്തിയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതൊരു വേറെ ഗണമാണ്, പക്ഷേ എങ്കിലും ആ ക്ലാസിക്കലൊക്കെ അമ്മ പാടുമ്പോഴേ എൻ്റെ അരങ്ങേറ്റത്തിന് മുമ്പിൽ വന്നിരുന്നിട്ടുണ്ട് ലീലാമ്മ. അതൊക്കെ ഓർക്കുമ്പോൾ കുറേ സന്തോഷം. ചിദംബരമാഷും എല്ലാ ഗുരുക്കന്മാരോടും ഈ ഒരു നിമിഷം എൻ്റെ നന്ദി എപ്പോഴും ഉണ്ട്. നല്ലത് ഞാൻ പെട്ടെന്ന് അതിങ്ങനെ ലീലാമ്മയുടെ പാട്ട് വന്നപ്പോഴും വല്ലാണ്ടൊരു ഫീലായിപ്പോൾ എനിക്ക് കുറേ അറിയാവുന്നുണ്ട്. പിന്നെ മക്കളെ ഇതാണ് നിനക്ക് ആ ഹെഡ് വോയിസ് പ്രോബ്ലം. ഇത് അതൊന്ന് പാടാമോ ഈ എയർ വരാതെ? രാഗസങ്കൽപ്പ വസന്തവനത്തിലെ മാഗന്ധ മഞ്ജരി തേടി. രാഗസങ്കൽപ്പ വസന്തവനത്തിലെ മാഗന്ധ മഞ്ജരി തേടി. അടുത്തത് എന്നെ മറന്നു ഞാൻ, എല്ലാം മറന്നു ഞാൻ, എന്തിനു ചുറ്റി പറന്നു. മോളെ നല്ലൊന്ന് വൃത്തിയായിട്ട് ചുറ്റി പറക്കൂ. എന്തിനു ചുറ്റി പറന്നു. ആ എൻ്റെ നോട്ടില്ലേ ആ കൊണ്ട് തോന്നങ്ങ് ഇടരുത്, അപ്പൊ അത് ഭയങ്കര ഓടായിരിക്കും കേൾക്കാൻ. അതിനാ പാടിച്ച സുന്ദര സ്വപ്നമേ. അവിടെ എന്തെങ്കിലും ഒരു ഐറ്റം, ഒന്നിനൊരു മൃഗ അല്ലെങ്കിൽ സുന്ദര എന്ന് പാടാം. അപ്പോൾ അത് കൃത്യമായിട്ട് അങ്ങ് വന്ന് പാടുമ്പോൾ അതിനൊരു സുഖക്കുറവുണ്ട്. ഞാൻ അതുകൊണ്ടാണ് മോളെ അടുത്ത് പറഞ്ഞു കേട്ടോ. പിന്നെ അടുത്തൊക്കെ നല്ലതായിരുന്നു. ഇതൊന്ന് പാടാമോ മോളെ? ക്ഷേത്രാങ്കണങ്ങളിൽ ക്ഷേത്രാങ്കണങ്ങളിലൂടെ
ആ ക്ഷേത്രാങ്കണങ്ങളിലൂടെ ഗണങ്ങളിൽ അത് ഇറങ്ങിപ്പോയി ഗണങ്ങളിൽ ആ കറക്റ്റ് ചെയ്താൽ മതി മോക്ക്. ഇപ്പം ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പോൾ കുറേയും കൂടെ ആ രാഗത്തിനും ആഹാ അസാധ്യം. എന്തൊരു കോമ്പസിഷൻ. ആ എന്നെ മറന്ന് ഞാൻ കൂടെ പാടും മക്കളെ, കേൾക്കാൻ കേട്ടോ. കറക്ഷൻ ഒന്നുമില്ല, കേൾക്കാൻ. എന്നെ മറന്നു ഞാൻ, എല്ലാം മറന്നു ഞാൻ, എന്തിനു ചുറ്റിപ്പറന്നു. ആ നല്ലത് മോളെ കേട്ടോ, നന്നായിട്ടുണ്ട്. അത് കുറെ ഇഷ്ടപ്പെട്ടോണ്ടാ ഞാൻ പിന്നെ പാടിച്ചത്. അത് മോൾ ഇതൊക്കെ ശ്രദ്ധിച്ചോളൂ. ഇതൊക്കെ നമ്മൾ ഓരോ രാഗം എടുത്ത് പാടുമ്പോഴും അതിൻ്റെ സ്വഭാവം നിർത്തിക്കൊണ്ട് പാടാം. നല്ല ടാലൻറ്റഡ് ആണ് നീ. പിന്നെ മോളെ ഹെഡ് വോയിസിൻ്റെ കാര്യം ഒന്ന് നോക്കണം മോളെ, അത് മനസ്സിലാവുന്നു. പെട്ടെന്ന് തീരാ അത് കേൾക്കുന്നു, അത് മനസ്സിലാവാതെ നമ്മൾ എന്ത് പാടിയാലും അത് അങ്ങ് പാടിക്കണം. ഇത് അഡ്വൈസ് ആണ്. അത് ദീന അങ്ങനല്ലല്ലോ കേൾക്കുന്നത്. ആ അപ്പം അത് മോടെ പ്രാക്ടീസിലൂടെ വരുത്താം മോടെ. നീ ഒരു ഉഗ്രൻ ടാലന്റാടാ. അതിലെ നിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചിട്ടേക്കുന്നത് കേട്ടോ. നമുക്ക് ഉടനെ തന്നെ കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. ഷാനിക്ക വൈക അടിപൊളിയായിരുന്നു മോളെ. താങ്ക് യു ഷാനിക്ക. ശരിക്കും നമ്മള് ചാലഞ്ച് റൗണ്ട് എന്നാണ് നമ്മൾ ഈ ശ്രുതി റൗണ്ടിനെ വിളിക്കുന്നതെങ്കിലും ഇതൊരു വൺ ചാലഞ്ച് തന്നെയാണ്. ഇത് നമ്മൾ ശ്രുതി റൗണ്ട് എന്ന് പറയുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നുമായിരിക്കും, പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഇതൊരു ഭയങ്കര ചാലഞ്ച് റൗണ്ടാണ്. വൈക ഭയങ്കര വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു സിംഗറാണ് കേട്ടോ. എന്തും പോവും. ഇപ്പൊ ഇവിടെ എത്തിയിട്ട് ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് പാട്ടുകളും പാടി അല്ലേ. എന്നെ അമ്പരപ്പെടുത്തിയ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ക്ലിക്ക് ഇല്ലാണ്ട് 2 വേരിയേഷൻസ് പാടില്ല, 2 ചരണം. ഫസ്റ്റ് ചരണവും സെക്കൻഡ് ചരണവും. അങ്ങനെ പറയുന്നത് ശരിയല്ല. സെക്കൻഡ് ചരണവും തേർഡ് ചരണം എന്ന് പറയാം. ഫസ്റ്റ് ചരണം മേലെയാ. അത് ബ്രില്യൻ്റ് ആയിരുന്നു മോളെ. പിന്നെ ഇപ്പൊ ശരത്തേട്ടൻ പറഞ്ഞു തരുന്ന കറക്ഷൻസ് ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾ ഇത് ടെലികാസ്റ്റ് നിങ്ങൾ കാണാറുണ്ടോ? അപ്പൊ ടെലികാസ്റ്റ് വരുന്ന സമയത്ത് അത് അന്നേരം ഇതുപോലെ അങ്ങ് പോവല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് പറ്റുമെങ്കിൽ ഫോണിലോ ഏതിലെങ്കിലും ഇതൊന്ന് റെക്കോർഡ് ചെയ്ത് വെക്കാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഇത് കേട്ടിട്ട്, കാരണം ടി വിയിൽ പറഞ്ഞു കഴിയുമ്പോൾ ഇത് ഇത്രയും സമയമല്ലേ ഉള്ളൂ. മറ്റേതാകുമ്പോൾ നിങ്ങൾക്ക് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഇന്നതാണ് പറയണേന്നുള്ളത്. പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ കറക്ഷൻസ് ഒക്കെ വരുത്താൻ പറ്റും. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഈ കറക്ഷൻ വരുന്ന പോർഷൻസ് ഒക്കെ പറ്റുമെങ്കിൽ ഫോണിൽ എവിടെയെങ്കിലും ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഞാൻ എഴുതി വെച്ച ഫസ്റ്റ് പോയിന്റ് ബ്രൈറ്റ് ഫ്യൂച്ചർ എന്നാ. യു ഹാവ് എ വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ. ഇങ്ങനെ തന്നെ വർക്ക് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ഓക്കെ മാഡം, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഇനി എന്ത് വേണല്ലേ, മാർക്ക് വെക്കാം. ഓക്കെ ഓക്കെ ശ്രീനി സാർ. ഡൺ. ശരത് സാർ. മക്കളെ വൈകേ എന്തോ 9 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക 9. താങ്ക് യു ഷാനിക്ക. സോ ടോട്ടൽ 18 മാർക്സ്. അടിപൊളി. ഓക്കേടാ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.